പുതുപ്പള്ളി കൈതേപ്പാലം ഭാഗത്ത് വീടുകളിൽ വെള്ളം കയറി. ഫയർഫോഴ്സ് രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്നും ചേരുന്നു. ടോബി, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ, ഈ ഭാഗത്ത് വെള്ളം കയറാൻ എന്താണ് കാരണം? ഗുഡ് മോർണിംഗ് SKN. എന്തായാലും ഇന്നലെ പെയ്ത അതിശക്തമായിട്ടുള്ള മഴയാണ്. ഇന്നലെ നമ്മൾ കണ്ടതാണ്. വൈകുന്നേരം വരെ യെല്ലോ അലർട്ട് ആയിരുന്നു, പെട്ടെന്ന് ഓറഞ്ച് അലർട്ട് ആകുന്നു, റെഡ് അലർട്ട് ആകുന്നു. അതിശക്തമായ മഴ, അതായത് 200 മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. ആ കിഴക്കൻ മേഖലയിൽ പെയ്ത വെള്ളമാണ് ഇപ്പോൾ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി പഞ്ചായത്തിലെ 12ാം വാർഡാണ്, അതായത് കൈതേപ്പാലം ഭാഗത്താണ്. അവിടെ നമുക്ക് കാണാം നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. പല വീട്ടുകളിൽ നിന്നും ആളുകൾ ഇതിനോടകം തന്നെ മാറിയിട്ടുണ്ട്. വലിയ രീതിയിൽ വെള്ളം ഇവിടേക്ക് ഒഴുകി വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെടുങ്കുന്നം ഭാഗത്തൊക്കെയാണ് ഇന്നലെ വെള്ളം കയറിയത്. നമ്മൾ രാത്രി റിപ്പോർട്ട് ചെയ്താണ്. ഏകദേശം 10ഓളം വീടുകളിൽ അവിടെ വെള്ളം കയറിയിരുന്നു. അതിനുശേഷം അവിടെ നിന്നും ഒഴുകി വന്ന വെള്ളമാണ് ഈ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് എത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുമ്പ് ഇതുപോലൊരു സാഹചര്യം ഈ പ്രദേശത്തൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇവിടെയുള്ളവരും പറയുന്നത്. എന്തായാലും റെസ്ക്യൂവിന് വേണ്ടി ഫയർഫോഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. ചില പ്രായം ചെന്ന ആളുകൾ വീടുകളിലൊക്കെ കുടുങ്ങിക്കിടപ്പുണ്ട്. അവരെ പുറത്തേക്ക് എത്തിച്ച് ക്യാമ്പുകളിലേക്കും മറ്റും അല്ലെങ്കിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള ചില നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനോടൊപ്പം ഇവിടുത്തെ വാർഡ് മെമ്പർ കൂടി ചേരുന്നുണ്ട്. മാഡം, പെട്ടെന്നാണോ വെള്ളം കയറി? ഈ വാർഡ് മെമ്പർ അല്ല, ഈ വാർഡിന്റെ അല്ല. ഈ പ്രദേശത്ത് വെള്ളം കയറുന്നതാ, പക്ഷെ ഇതുവരെ ഇല്ലാത്തൊരു സാഹചര്യമാണിപ്പോ. മാറ്റുന്നതിന് നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇന്നലെയാണോ ശക്തമായിട്ട് മഴ പെയ്തു തുടങ്ങിയത്? ഒരു 10 മണിക്ക് ശേഷം നല്ല രാവിലെ തൊട്ട് തന്നെ മഴയായിരുന്നു. ഒരു 10 മണി കഴിഞ്ഞപ്പോൾ തൊട്ടാ, രാത്രി 10 മണി കഴിഞ്ഞപ്പോൾ തൊട്ടാ വെള്ളം കയറാൻ തുടങ്ങിയത്. അതായത് ഇതുവരെ കയറാത്ത സ്ഥലങ്ങളിൽ കൂടി വെള്ളം കയറിയിട്ടുണ്ട്. തൊട്ടടുത്ത മെമ്പറാണ്. എന്തായാലും ഇതുവരെ കയറാത്ത പ്രദേശങ്ങളാണ്, അവിടെ എല്ലാം തന്നെ വെള്ളം കയറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. എന്തായാലും യെല്ലോ അലർട്ടിലേക്ക് വന്നത് ഒരു ആശ്വാസമുണ്ട്. കോട്ടയം ചങ്ങനാശ്ശേരി താലൂക്കുകളിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 4 കുടുംബങ്ങളിലായി 16 പേരാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കൂടുതൽ ക്യാമ്പുകൾ തുടങ്ങേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പുകളും ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത്.